ടിക്കറ്റുകൾ നമുക്ക് പ്രീ ബുക്കായിട്ട്, അതായത് 60 ദിവസം മുന്നേ, 2 മാസം മുന്നേ നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് ടിക്കറ്റുകൾ, ഇപ്പോൾ ഏപ്രിൽ 3-ാം തീയതി പോകുന്ന ടിക്കറ്റുകൾ ഇപ്പം നമ്മൾ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അത് വെയിറ്റിംഗ് ലിസ്റ്റാണ്. അല്ലെങ്കിൽ ഇനി കേരളത്തിലേക്ക് ഡൽഹിയിൽ നിന്ന് തിരിച്ചു വരാനുള്ള ടിക്കറ്റ് നോക്കുമ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് RAC ഒക്കെയാണ്. ഇപ്പോൾ നമ്മൾ ട്രെയിൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു PNR-മ്മേ 6 ടിക്കറ്റുകൾ വരെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ 6 പേർക്കുള്ള ടിക്കറ്റുകളിൽ ഒരു ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റ്, അതായത് കംപ്ലീറ്റ് വെയിറ്റിംഗ് ലിസ്റ്റാണ്. ചാർട്ട് ഒരു ട്രെയിൻ എടുക്കുന്നതിൻ്റെ 4 മണിക്കൂർ മുന്നേ ചാർട്ട് പ്രിപ്പയർ ആവാം. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ മുന്നേ വരെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ആ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ. ഇനി അതല്ല, ഈ 6 ടിക്കറ്റുകൾ, ഒരു ടിക്കറ്റ് RAC ആയി കഴിഞ്ഞാൽ ആ PNR-മുള്ള ബാക്കി ടിക്കറ്റുകളൊക്കെ അതിന് നമ്മൾ ട്രാവൽ ചെയ്യണം, പൈസ റീഫണ്ട് കിട്ടില്ല. അറ്റ് എ ടൈം നമ്മൾ ഡൽഹിയിലോ ഇനി കേരളത്തിലോ നിൽക്കുകയാണെങ്കിൽ ലോക്കൽ ഏജൻറ്റുമാർ വഴി നമുക്ക് കൺഫേം ടിക്കറ്റുകളും കിട്ടും. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ലോബികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി അതുമല്ല, പുതിയ പരിപാടി ട്രാവൽ ഗ്യാരണ്ടി നമ്മൾ എടുത്തിട്ട് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2 ദിവസം മുന്നത്തെ യാത്രക്ക് വരെ നമുക്കത് ബുക്ക് ചെയ്യാൻ പറ്റും. ആ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 2 മാസം മുന്നേ ബുക്ക് ചെയ്ത ആളുകൾക്ക് വെയിറ്റിംഗ് ലിസ്റ്റും, നമ്മൾ ഈ ട്രാവൽ ഗ്യാരണ്ടി വഴി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കൺഫേം ആയി കിട്ടും. ട്രാവൽ ഗ്യാരണ്ടി പറയുന്നത് കൺഫേം ആയിട്ടില്ലെങ്കിൽ 1000 രൂപേൻ്റെ ടിക്കറ്റാണെങ്കിൽ 4000 രൂപ എന്ത് ചെയ്യും, അവർ നമുക്ക് റീഫണ്ട് തരും. അത് ഇതിൻ്റെ പിന്നിലൊക്കെ ഭയങ്കര ലോബികളാണ്. വിനോദയാത്രക്ക് പോകുന്ന ആളുകൾ മാത്രമല്ല, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്കും പോകുന്ന എത്ര ആളുകളുണ്ടല്ലേ. ഇതൊക്കെ ആരോടാ പറയാം.